തീർച്ചയായും കഴിഞ്ഞ ഒരു മാസത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ കൂടിയാകുമ്പോൾ ഈ മണ്ഡലത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ശൈല ടീച്ചറെ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ടായില്ല. ഒരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോഴും ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ എല്ലാ ആളുകളും ഒറ്റ മനസ്സോടുകൂടി ഹൃദയത്തിൽ ശൈല ടീച്ചറെ സ്വീകരിച്ച ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസമായി മാറിയത്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിരുന്നില്ല. മറ്റൊന്ന്, താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ UDFും കോൺഗ്രസുമെല്ലാം കെ മുരളീധരന് വേണ്ടി ഒരുങ്ങിയിരുന്നു. കഴിഞ്ഞ വടകരയിലെ ചർച്ച ഒരു തർക്കത്തിൽ അവസാനിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങളൊരു ബോർഡ് പോലും കെ മുരളീധരന് വേണ്ടി വെച്ചിട്ടില്ല എന്നതായിരുന്നു തർക്കം. കൂടിയ ആളുകളെല്ലാം ബോർഡിൻ്റെ ഫോട്ടോവും ചുമരെഴുത്തിൻ്റെ ഫോട്ടോവും എല്ലാം വന്ന് അവിടെ അവരെ പരാജയപ്പെടുത്തിയ ഒരു സംഭവം കൂടി കഴിഞ്ഞ ചർച്ചയുടെ ഭാഗമായി നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കെ മുരളീധരനെ ഓടിച്ചതാണോ സ്വയം ഓടിയതാണോ എന്ന് നമുക്കറിയില്ല. ഈ മണ്ഡലത്തിൽ നിന്നും ശൈല ടീച്ചർ വരുന്നതോടുകൂടി മാറുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായി. രാജ്യത്താകമാനം ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടുള്ള ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി സ്വന്തം സഹോദരിയും മാറി. അങ്ങനെ മാറിയപ്പോഴുണ്ടായ ഒരു പ്രശ്നവും അദ്ദേഹം നേരിട്ടു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാമെന്ന ചോദ്യം വല്ലാതെ ഉയർന്നു വരികയാണ്. നമ്മൾ പാർലമെൻറ്റിലേക്കാണ് ആളെ തിരഞ്ഞെടുക്കുന്നത്. ഈ പാർലമെൻറ്റിലേക്ക് തന്നെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ നടന്നപ്പോൾ അവിടെ 6 MLA കൂറുമാറിയാണ് അവിടെ മനോജ് അഭിഷേക് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് തോറ്റുപോയി. പകരം BJPയുടെ MPയെ ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചത്. അതായത് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാധാരണഗതിയിലുള്ള പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസം കൊണ്ട് പോയേക്കാം. പക്ഷേ കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് വ്യത്യസ്തമായ രീതിയാണ്. 13 മുൻ മുഖ്യമന്ത്രിമാർ, ഏറെ പ്രമുഖരായിട്ടുള്ള, ഞാൻ പേരെണ്ണി പറയുന്നില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം, അപ്പുറത്തുള്ള കർണാടക മുതൽ അങ്ങോട്ട് 13ഓളം വരുന്ന മുഖ്യമന്ത്രിമാർ. അതുപോലെ തന്നെ ഇന്ന് ഈ രാജ്യത്ത് നമ്മൾ BJPയുടെ അപകടത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ആ കരുത്തുണ്ടായ 303 MPമാരുണ്ടല്ലോ. ആ 303 MPമാരിൽ 112 പേരും കോൺഗ്രസ്സുകാരാണ്. 191 പേര് BJPക്കാരായിട്ടുള്ളൂ. 193 പേർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു? 191 പേരാണ് BJPക്ക് പാർലമെൻറ്റ് ഉള്ളതെങ്കിൽ മോദി മറ്റാരുടെയും കാരുണ്യത്തിൽ നിൽക്കുകയല്ലാതെ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഒരു നിയമവും കാപ്പായ കടലാസ് ഉയർത്തി ഇതാ ഞാൻ കാശ്മീരിൻ്റെ അവകാശം നിഷേധിക്കുന്നു എന്ന് അമിത്ഷായ്ക്ക് പറയാൻ വേണ്ടി കഴിയില്ലായിരുന്നു. ആ പറയാനുള്ള കരുത്ത് എന്ന് പറയുന്നത് 112 കോൺഗ്രസിൻ്റെ MPമാർ BJPക്ക് വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൈപൊക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ BJPയുടെ ഏറ്റവും ഒടുവിൽ BJPയുടെ പത്രിക വന്നപ്പോഴാണ് ഏറ്റവും രസകരമായി തോന്നിയത്. 5 പേര് കോൺഗ്രസ്സുകാരാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ 5 പേർ കോൺഗ്രസ്സുകാരാണ്. ചില്ലറക്കാരല്ല കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, തൊട്ടപ്പുറത്ത് കണ്ണൂർ മത്സരിക്കുന്ന ആരാ? ആദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെങ്കിൽ പിണറായി വിജയനെ തന്നെ തോൽപ്പിക്കണം. അതിനാരുണ്ട്? അതിന് സാക്ഷാൽ സുധാകരൻ, KPCC പ്രസിഡന്റ്. എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? സിംഹം മടക്കി പുറത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനില്ല. കെ മുരളീധരൻ്റെ പേര് പറഞ്ഞു, പല പേരും പറഞ്ഞു. അവസാനമാണ് രഘുനാഥ് വന്നത്. ആ രഘുനാഥ് കൈപ്പത്തി ചിഹ്നത്തിൽ പിണറായി വിജയനെതിരായി മത്സരിച്ച രഘുനാഥ് ഇന്ന് താമര ചിഹ്നത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. AK ആൻ്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, മാവേലിക്കരയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചയാൾ ഇന്ന് BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ KS രാധാകൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഴയ നേതാവ് BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവർ കൊണ്ടുവന്ന അബ്ദുൾ സലാം മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഈ കോൺഗ്രസിനെ ഈ നാട്ടുകാരങ്ങ് വിശ്വസിച്ച് തരണം എന്ന് പറയുകയാണ്. എന്ത് വിശ്വാസമാണുള്ളത്? ഇവിടുന്ന് തെരഞ്ഞെടുക്കുന്ന ആൾ അല്ലെങ്കിൽ
എവിടെ നിന്നെങ്കിലും തെരഞ്ഞെടുക്കുന്ന കോൺഗ്രസിന്റെ MP MLA Okay, എന്തിനാണ് റിസോർട്ടിൽ പോകുന്നത്? ശരി. TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന പേരാമ്പ്ര MLA തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ സ്വീകരിച്ച് നേരെ പോയത് നിയമസഭയിലേക്കാണ്. റിസോർട്ടിലേക്ക് അടക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. Okay. ആ ഗതികേട് എന്തുകൊണ്ട് കോൺഗ്രസിനുണ്ടാകുന്നു? ശരി, സജീഷ്. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയായി Okay. ഈ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.